എസ് രാജേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ സജീവമായിരിക്കെ ആ വാർത്തകളെ ഒക്കെ തന്നെ നിഷേധിച്ചുകൊണ്ട് CPM നേതാവും മുൻ MLA-യുമായ എസ് രാജേന്ദ്രൻ തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം പൊങ്കാല മഹോത്സവം മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10:15 ശ്രീരക്തചാമുണ്ഡി, ശ്രീബാലചാമുണ്ഡി, ശ്രീ ശാസ്താവ് എന്നീ ദേവന്മാരുടെ പുനഃപ്രതിഷ്ഠ മാർച്ച് 25 തിങ്കളാഴ്ച രാവിലെ 10:38 11:28 മധ്യേ. വൈകുന്നേരം 5 മണി മുതൽ സുപ്രസിദ്ധ സിനിമാ താരം ജയറാമും 100-ൽ പരം വാദ്യപ്രമാണിമാരും അണിനിരക്കുന്ന പഞ്ചാരിമേളം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ വൈകാതെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവേശനം ഉണ്ടാവുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലാണ് തന്റെ നിലപാട് വ്യക്തമാക്കി എസ് രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. CPM-മായി പ്രശ്നങ്ങളുണ്ടെന്ന് തുറന്നു സമ്മതിച്ച രാജേന്ദ്രൻ BJP-യിലേക്ക് ക്ഷണമുണ്ടെന്ന കാര്യവും പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കും, പ്രശ്നങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും വരെ സജീവമായി പരിപാടികളിൽ പങ്കെടുക്കില്ല എന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രകാശ് ജാവദേക്കറെ എസ് രാജേന്ദ്രൻ കണ്ടതോടെ അദ്ദേഹത്തിന്റെ BJP പ്രവേശനം ഉറപ്പിച്ചിരുന്നതാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും. എന്നാൽ CPM-ന് ആശ്വാസം നൽകുന്ന വാക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും രാജേന്ദ്രൻ നിലപാട് അറിയിച്ചിരുന്നു. അദ്ദേഹവുമായി നടന്നത് വെറും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു എന്നാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. മാത്രമല്ല, പണ്ട് മുതൽക്കേ വ്യക്തിപരമായ ബന്ധമുണ്ടെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. ബന്ധുവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കണ്ടതെന്നും സംസാരിച്ചതെന്നുമാണ് രാജേന്ദ്രൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, വ്യക്തിപരമായ കാര്യങ്ങളാണ് 1 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംസാരിച്ചതെന്നും രാജേന്ദ്രൻ അറിയിച്ചിരുന്നു. എന്നാൽ അതേസമയം ഇടുക്കിയിലെ CPM-ന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായ രാജേന്ദ്രൻ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. 1.5 വർഷത്തിലേറെയായി പാർട്ടി പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കൺവെൻഷനിൽ പങ്കെടുത്തെങ്കിലും പ്രസംഗിക്കാൻ അനുവാദം ലഭിക്കാതിരുന്നത്. ഇതിൽ രാജേന്ദ്രന് അതൃപ്തി ഉണ്ടെന്നും സൂചനകൾ ലഭിച്ചിരുന്നു. അതേസമയം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇടുക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 3-ാം വട്ടവും ജോയ്സ് ജോർജ് തന്നെയാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത്. 2014-ൽ ഇവിടെ മത്സരിച്ച് വിജയിച്ച ജോയ്സിന് പക്ഷേ കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന് പരാജയപ്പെടേണ്ടി വന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ചർച്ചയാക്കുമ്പോൾ ജയം ലക്ഷ്യം വെച്ച് മുന്നേറുന്ന CPM-ന് രാജേന്ദ്രന്റെ നിലപാട് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. അതിനിടയ്ക്കായിരുന്നു CPI പരോക്ഷമായി ഇക്കാര്യം വിമർശന വിധേയമാക്കി സൂചിപ്പിക്കുകയും ചെയ്തത്. ഇടതുപക്ഷത്ത് നിന്ന് ഒരാൾ BJP-യിലേക്ക് പോകുന്നത് ആത്മഹത്യാപരം ആണെന്നായിരുന്നു CPI-യുടെ നിലപാട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജേന്ദ്രൻ BJP-യിലേക്ക് ചേക്കേറിയാൽ അത് രാഷ്ട്രീയപരമായി CPM-ന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് നൽകുന്നത്. CPM-ന്റെ ദേവികുളത്തെ മുൻ MLA ആണ് എസ് രാജേന്ദ്രൻ. കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി രാജേന്ദ്രൻ ഡൽഹിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം ഇരുവരും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നതാണ്. BJP സംസ്ഥാന നേതാക്കൾ രാജേന്ദ്രനെ കണ്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഏറെ ചർച്ചയായത്. പിന്നാലെ അനുനയത്തിനായി CPM നേതാക്കളുടെ ശ്രമമുണ്ടായതായും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് LDF കൺവെൻഷനിൽ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം പങ്കെടുക്കുകയും CPM-നൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദേവികുളം മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന രാജേന്ദ്രനെതിരെ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിലായിരുന്നു രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു വാർത്ത തികച്ചും കെട്ടിച്ചമച്ച ഒരു വാർത്തയാണെന്നായിരുന്നു
എസ് രാജേന്ദ്രൻ ഇതിനോട് പ്രതികരിച്ചിരുന്നത്. മാത്രമല്ല പാർട്ടിയുമായി സംസാരിച്ച് ഈ ഒരു വിഷയത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കുമെന്നൊക്കെയായിരുന്നു പ്രതികരണങ്ങളും. എന്നാൽ ഇത് കെട്ടിച്ചമച്ച വാർത്തയാണെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല ചതിയന്മാരായ ആളുകളോടൊപ്പം പ്രവർത്തിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് അംഗത്വം പുതുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞതെന്നും രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. നേരത്തെ CPM പ്രാദേശിക നേതാക്കൾ രാജേന്ദ്രന് വീട്ടിലെത്തി അംഗത്വ ഫോം നൽകിയിരുന്നുവെങ്കിലും അത് പുതുക്കുന്നില്ല എന്ന ഒരു നിലപാടായിരുന്നു രാജേന്ദ്രൻ എടുത്തിരുന്നത്. പാർട്ടിയിലേക്ക് തിരികെ പോയാൽ സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. ഇതിനുശേഷമാണ് ഈ ഒരു പ്രശ്നത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ ഇടപെട്ടത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ രാജേന്ദ്രൻ CPM ഉപേക്ഷിച്ച് BJPയിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വിമർശിക്കാനൊരു അവസരം നൽകുന്നത് പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാജേന്ദ്രൻ നിലവിൽ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് CPMന് ആശ്വാസം പകരുന്നുണ്ട്.